നമസ്കാരം. സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2021 നടന്ന LDC പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 4 സ്റ്റേജിൽ നടന്നിട്ടുള്ള 4 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ GK പോർഷൻസ് മാത്രം അടങ്ങിയ ഒരു കണ്ടൻറ്റാണിത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. എപ്പോഴും കണ്ടൻറ്റ് പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഗൈഡ് പഠിക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിക്കുകയോ നോട്ട് വായിക്കുകയോ ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്ത് പോകണം എന്നുള്ളത് മസ്റ്റായ കാര്യമാണ്. നമ്മുടെ ഓർമ്മ നിലനിൽക്കാനും പോയിൻറ്റ് നമ്മുടെ കോൺക്രീറ്റ് ആവാനും അത് അടിസ്ഥാനപരം ഉറയ്ക്കാനും വേണ്ടിയുള്ളൊരു മെത്തേഡാണ് എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഏത് പോർഷൻസാണ് നമുക്ക് പ്രധാനപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടിയാണ് എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിപ്പോവാം. വേഗം ഡിസ്ക്രിപ്ഷൻസ് ഒന്നും തന്നെയില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഇവിടെ PSC ക്വസ്റ്റ്യന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഫൈനൽ ആൻസർക്ക് പ്രകാരം. തുടങ്ങിയതെന്നാണ് വൈക്കം സത്യാഗ്രഹം? 1924 മാർച്ച് 30. അവസാനിച്ചതെന്നാണ് 1925 നവംബർ 23 അല്ലേ. 24 തുടങ്ങി 25 അവസാനിച്ചു. അതുകൊണ്ടാണ് ആൻസർ അവിടെ ഡിലീറ്റ് ആക്കിയുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, പാഞ്ചാലി ശപഥം. ഈ പാഞ്ചാലി ശപഥം വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? പാഞ്ചാലി ശപഥം. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതല ഏതാണ്? ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കൽ, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കൽ, അവകാശ സംരക്ഷണം. ആൻസർ, രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല ഏതാണ്? ആൻസർ ഏതാണ്? അവകാശ സംരക്ഷണം. നിർബന്ധിത ചുമതല അവകാശ സംരക്ഷണം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരും ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: അബനീന്ദ്രനാഥ് ടാഗോർ, രാജാ രവിവർമ്മ, നന്ദലാൽ ബോസ്, അമൃത ഷെർഗിൽ. സതി എന്ന ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ നന്ദലാൽ ബോസ്. സതി. തിരുവിതാംകൂറിൽ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം മഹാജന സഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് വ്യാകരണ ഗ്രന്ഥം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ലൂ ആണ് അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലൂ. മാരകരോഗമായ നിപ്പയ്ക്ക് കാരണം ഏതാണ്? വൈറസാണ്. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഇതിൽ ആൻസർ വരുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. കിഴക്ക് ഏതാണ്? കിഴക്ക് വരുന്നത് ബംഗാൾ ഉൾക്കടൽ. പടിഞ്ഞാറ് അറബിക്കടൽ. നമുക്കറിയാം പടിഞ്ഞാറ് അറബിക്കടൽ. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. വടക്ക് ഹിമാലയ പർവ്വതം. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. വടക്ക് ഏറ്റവും മുകളിൽ ഹിമാലയ പർവ്വതം ഓർക്കുക. ഇനി ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? സമതലങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യകലവറ ഏതാണ്? സമതലങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യകലവറ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് ഏറ്റവും വലിയ പീഠഭൂമി.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയ. ഏറ്റവും വലിയ കൽക്കരിപ്പാടം വലിയത് ജാറിയ. വലിയത് ജാറിയ കൽക്കരിപ്പാടമാണ്. വലിയത് ജാറിയ കൽക്കരിപ്പാടമാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? കൽക്കരി, വേലിയോർജ്ജം, ജൈവവാതകം, പെട്രോളിയം, സൗരോർജ്ജമുണ്ട്. ഏതൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. വേലിയോർജ്ജം, ജൈവവാതകം, സൗരോർജ്ജം അല്ലേ? വേലിയോർജ്ജം, വേലിയേറ്റം, വേലിയിറക്കത്തിലെ ഊർജ്ജങ്ങൾ, ജൈവവാതകം, സൗരോർജ്ജം. ഇവയൊക്കെ എന്താണ്? പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളാണ്. ഏതൊക്കെ? പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇതൊക്കെ വേലിയോർജ്ജം, ജൈവവാതകം, സൗരോർജ്ജം. വേലിയേറ്റം, വേലിയിറക്കത്തിൻ്റെ ഊർജ്ജമാണ് വേലിയോർജ്ജം, ജൈവവാതകം, സൗരോർജ്ജം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? നെല്ല്, ഗോതമ്പ്, കടുക്, പുകയില, ചോളം, പരുത്തി, ചണം, പഴവർഗ്ഗങ്ങൾ, കരിമ്പ്, നിലക്കടല. എത്രയുണ്ട്? ഇതിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലാത്തത് ഗോതമ്പ്, കടുക്, പുകയില, അതുപോലെ പഴവർഗ്ഗങ്ങൾ. ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം അല്ലേ? ബാക്കി ഇതാണ്. നെല്ല് വരുന്നത്, ചോളം, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടലയൊക്കെ ഖാരിഫ് വിള അല്ലേ? അപ്പോൾ ഖാരിഫ് വിള അല്ലാത്തത് ഏതൊക്കെയാണ്? ഖാരിഫ് വിള അല്ലാത്തത് ഏതൊക്കെയായിരുന്നു? ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. ഓക്കെ, ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ എല്ലാം ഖാരിഫ് വിള അല്ലാതെ. ഖാരിഫ് വിള റാബി വിളയുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. ആ കോളം ഒന്ന് നോക്കി നമുക്ക് വെക്കാവുന്നതാണ്. ഖാരിഫ്, റാബി വിളകൾ ഞാനങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. നെക്സ്റ്റ്, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ഫൈബർ ആരാണ്? പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി. പഠിച്ചു വെച്ചേക്കുക. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണുള്ളത്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിൻ്റെ അളവ് കുറയും. ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഇതാണ്. കരിമ്പ് കൃഷിക്ക് 1-ാം സ്ഥാനം എന്നുള്ളത് നമുക്ക് ഇവിടെ വേണ്ട. അത് ബാക്കിയൊക്കെ നമുക്ക് വേണ്ടതാണ്. നെക്സ്റ്റ് വൺ, സമത്വ സമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ. സമത്വ സമാജ് വൈകുണ്ഠസ്വാമി അല്ലേ? വൈകുണ്ഠസ്വാമി അല്ലേ? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠം. നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്. ജൂലൈ 14. ഏത്? ജൂലൈ 23, ജൂലൈ 14 ചന്ദ്രയാൻ 3. ജൂലൈ 13, 14 ഉണ്ടോ? 3, 14. ചന്ദ്രയാൻ 3, 14. 13 അല്ല, 14 ഓർക്കുക. ഓക്കെ, 23 ജൂലൈ 14 ചന്ദ്രയാൻ 3, 14. ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 23 ജൂലൈ 14. ജൂലൈ 14 ഓർക്കാൻ എങ്ങനെ നമ്മൾ ഓർക്കാൻ പറ്റും? ചന്ദ്രയാൻ 3 ജൂലൈ 13 അല്ല, 14. 3, 13 അല്ല, 14. ഓക്കെ, ഇനി സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ 42. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്. 22 ജൂലൈ 1947. 22 ജൂലൈ 1947.
1947 ജൂലൈ 22-നാണ് ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. 47 ജൂലൈ 22. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അത് ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ, ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? സത്യമേവ ജയതേ, സത്യമേവ ജയതേ, സത്യമേവ ജയതേ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2005. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകൾ പാർട്ട് 4A. മൗലിക കടമകൾ പാർട്ട് 4A. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. റിട്ട് ഹൈക്കോടതി അനുച്ഛേദം ഏതാണ്? ആൻസർ 226. 226 ആണ് റിട്ട്. 226 ആണ് റിട്ട്. 6 ആണ് അവസാനിക്കുക. 226 ആണ് റിട്ടിൽ 6 അവസാനിക്കുന്നു. 226 ആണ്. ഇനി INA രൂപീകരിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ് INA രൂപീകരിച്ചത്. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാരാണ്? ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭുവാണ്. നെക്സ്റ്റ്, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിറ്റ് രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ആൻസർ എന്താണ്? ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം ഏതാണ്? ആൻസർ ഇവിടെ ഉണ്ടല്ലോ. ISRO 69 ആണ്. 1969 നോക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധ്യക്ഷൻ. അധ്യക്ഷൻ എപ്പോഴും രാജാവാണ്, ഓർക്കുക. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അധ്യക്ഷൻ. ഇനി നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ഏത് കൃതിയാണ്? ആനന്ദമഠം. വന്ദേ മാതരം ആനന്ദമഠം. വന്ദേ മാതരം ആനന്ദമഠം. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബ്ദുൽ കലാം ആസാദ് നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദ് ദേശീയ വിദ്യാഭ്യാസ ദിനം. നെക്സ്റ്റ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഭാഗമല്ലാത്തത് ഇവരിൽ ആരാണ്? ഫസൽ അലി, HN കുൻസ്രു ഉണ്ട്, VP മേനോനുണ്ട്, KM പണിക്കറുണ്ട്. ഇവരിലാണ് വരുന്നത്. അല്ലാത്തത് ആരാണ്? ആൻസർ എന്താ വരുന്നത്? 38-ൻ്റെ VP മേനോൻ അല്ലേ? VP മേനോൻ. ബാക്കി 3 പേരെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ച സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ്? ഇവരിൽ ആരാണ്? ആൻസർ എന്താണ് വരിക? ദാദാഭായ് നവറോജി അല്ലേ? ചോർച്ച സിദ്ധാന്തം ദാദാഭായിക്കാണ് ചോർച്ച സിദ്ധാന്തം. ദാദാഭായ്. കപ്പലോട്ടി തമിഴൻ എന്ന അറിയപ്പെടുന്ന ആരാണത്? കപ്പൽ ഓട്ടിയ തമിഴൻ ചിദംബരം പിള്ള. VO ചിദംബരം പിള്ള. കപ്പൽ ഓട്ടിയ തമിഴൻ ആരാണ്? VO ചിദംബരം പിള്ള. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇല്ല, മാറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് പ്രസക്തിയുണ്ട്. ഏതാണ് ഏറ്റവും വലിയ ജില്ല? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല അല്ലേ? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ?
മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? പി ജെ ആൻ്റണി. ആദ്യ മലയാള നടൻ പി ജെ ആൻ്റണി. ദേശീയ പുരസ്കാരം പി ജെ ആൻ്റണി. ഫസ്റ്റുകാരൻ അല്ലേ? പി ജെ ആൻ്റണി ഫസ്റ്റ് അടിച്ചവനാണ്. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? എം ടി വത്സമ്മ. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആർക്കായിരുന്നു? എം ടി വത്സമ്മയ്ക്കാണ്. ഏഷ്യാഡിൽ സ്വർണം നേടിയത് ആർക്കായിരുന്നു? എം ടി വത്സമ്മയ്ക്കാണ് ഏഷ്യാഡിൽ സ്വർണം നേടിയത്. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? പാത്രക്കടവ് കുന്തിപ്പുഴ അല്ലേ? പാത്രക്കടവ് അല്ലേ? പാലക്കാട്. കുന്തിപ്പുഴ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? എടക്കൽ ഗുഹ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? എടക്കൽ ഗുഹ നവീന ശിലായുഗം. ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് UPക്ക് പ്രതീക്ഷിക്കാം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗമാണ്. ഇനി ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ സുന്ദർബൻസ് എവിടെയുള്ളത്? ഏത് ജില്ല എന്നാണ് ചോദ്യം. കണ്ണൂരാണ്. കണ്ടൽക്കാടുകൾ കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലൻറ്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിക്കപ്പെട്ട വർഷം? പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1984. 1984 പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്ത് ദേശീയോദ്യാനമായിട്ട്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ബാണാസുര സാഗർ അല്ലേ? ബാമ്പു കൂടുതലൊക്കെ ഉണ്ടാകുന്നില്ല. നോക്കുക. ബാണാസുര സാഗർ അണക്കെട്ട് കൂടുതൽ ഏത് ജില്ലയിൽ കാണപ്പെടുന്നത്? ബാണാസുര സാഗർ അണക്കെട്ട് എവിടെയുള്ളത്? ഓർമ്മ വന്ന് കാണും. വയനാട് അല്ലേ? അവിടെ ബാമ്പു മുത്തങ്ങ ഫീൽഡിൽ ആ സമയം അവിടെയൊക്കെ എന്താണ് കൂടുതൽ ബാമ്പു ഇങ്ങനെ ഒരുപാട് കട്ടിയായിരിക്കും. തിങ്ങി അതിനിടയ്ക്കൊക്കെ ആന കയറി നിൽക്കും അല്ലേ? ആന നിന്നാൽ അറിയില്ല. അതുപോലെ മുള ഇങ്ങനെ നിന്നുകൊണ്ടേരും. ബാണാസുര സാഗർ, അതാണ് ബാമ്പു പറഞ്ഞത് ഞാൻ. ആ ബാണാസുര സാഗർ അണക്കെട്ട് എവിടെയാണ്? വയനാട് ജില്ലയിൽ. ഞാനിവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടുള്ള പേടി കൊണ്ട് പറഞ്ഞതാണത്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ്? കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. ഇപ്പോൾ ഇവിടെ എന്തിന് വയനാട് പോയെന്ന് ആലോചിക്കുക. അവിടെ ഞാൻ ഒരു 4 വർഷം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ അമ്പലവയൽ ഭാഗത്തുണ്ട്, അതുപോലെ ഇവിടെയാണ് നമ്മുടെ മുണ്ടേരി ഭാഗം, അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അന്നും മുത്തങ്ങ വിസിറ്റ് ചെയ്യാൻ പോകും. ഒരു ആദ്യത്തെ അനുഭവങ്ങളല്ലേ, പോയിക്കളയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ആൻസർ ഷൊർണൂർ. ഓക്കെ. നെക്സ്റ്റ്, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ്? വെണ്ണീജ ഭരണം ഓർക്കുമ്പോഴേ ആരെ ഓർക്കണം? വൈകുണ്ഠസ്വാമി. വെണ്ണീജം വൈകുണ്ഠസ്വാമി അല്ലേ? പിശാജ്. വെണ്ണീജ ഭരണം അല്ലേ? വൈകുണ്ഠസ്വാമി. ഒന്നും ഓർത്തില്ലേ? ആവശ്യമെങ്കിലും പിടിക്കണം അതിന്. നെക്സ്റ്റ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് പ്രഖ്യാപിച്ചത്. ഇനി സവർണ ജാഥയുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. താഴ്ത്തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ജാതിക്കുമ്മി അല്ലേ? അവരെ അറിയാം, പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി ആണ് അല്ലാത്ത. ബാക്കി ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല. ശ്രീനാരായണ ഗുരുവിനെ ഓർത്ത് പിടിച്ചേക്കുക. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല എന്നിവയെല്ലാം എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് അല്ലേ? ജാതിക്കുമ്മി അങ്ങോട്ട് മാറ്റി വയ്ക്കൂ. നെക്സ്റ്റ്, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ പ്രൈമറി പാർവതി ഭായ് അല്ലേ? പ്രൈമറി വിദ്യാഭ്യാസം ഗൗരി പാർവതി ഭായ്.
ഗൗരി പാർവതി ഭായിയാണ്. അടുത്തത്, പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ ഈ നോവലാണ് കേരള സിംഹം. രചിച്ചത് ആരാണ്? കേരള സിംഹം രചിച്ചത് ആരാണ്? കേരള സിംഹം രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. ഈ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നോക്കി വെക്കണം. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലാണ്? 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബസന്റ്. നെക്സ്റ്റ് വൺ, പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരാണ്? പ്രത്യക്ഷ ദേവസഭ ആരാണ്? ദേവസഭ കുമാരഗുരുദേവൻ. ദൈവം കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ. ദേവസഭ ഗുരുദേവൻ. കുമാരഗുരുദേവനാണ് അല്ലേ? പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഒരേയൊരു മലയാളി ആരായിരുന്നു? ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. ഒരേയൊരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? ഏതാണ് ആവരണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മെനിഞ്ചസ് ആണ് ആവരണം. മെനിഞ്ചസ് ആണ് ആവരണം. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത്. ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തവയിൽ ഏതാണ്? എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം, ഹെപ്പറ്റൈറ്റിസ്. ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ആണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് എന്ത്? ഈ അവസ്ഥയാണ് ഗോയിറ്റർ. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? അസ്ഥിസന്ധി. കൈക്കുഴ, കാൽക്കുഴ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഏതാണ് അസ്ഥിസന്ധി? തെന്നി നീങ്ങുന്ന അസ്ഥിയാണ്. തെന്നി നീങ്ങുന്ന അസ്ഥി. കൈക്കുഴ, കാൽക്കുഴ. കേരളത്തിൽ ശിശു മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം. കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം കേരളത്തിലെ ശിശു മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞുകുട്ടികൾ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം. സ്ക്രീനിംഗ് പ്രോഗ്രാമാണ് ചോദിച്ചേക്കുന്നത്. സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതാണ്? ശലഭം പദ്ധതി എന്നാണ് അതിന് പറയുക. കുട്ടികളുടെയാണ് ശലഭം പദ്ധതി. നെക്സ്റ്റ് വൺ, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സൻ്റെ പുസ്തകം ഏതാണ്? റേച്ചൽ കഴ്സൻ്റെ പുസ്തകം ഏതാണ്? പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം. നിശബ്ദ വസന്തമാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? സൈലൻറ്റ് വാലി പോകുന്ന പുഴ ഏതാണ്? ഏത് പുഴയാണ്? ശരിക്കും ഏത് പുഴ? കുന്തിപ്പുഴ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയുണ്ട്? തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നിന്ന് ആൻസർ കിട്ടും. കാസർഗോഡ്. കൊണ്ട തോട്ടവിള കോടാണ്. നെക്സ്റ്റ് വൺ, 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? മുദ്രാവാക്യം എന്താണ്? മുദ്രാവാക്യം എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപനം. പരിസ്ഥിതി പുനഃസ്ഥാപനം. പരിസ്ഥിതി പുനഃസ്ഥാപനം. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം ഏതാണ്? ഇനി അടുത്തത്, ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം ഏതാണ്? അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണ്? ഏഴോം എന്നാണ് പറയുക. ഉപ്പിൻ്റെ അംശമുണ്ട് അവിടെ, അതാണ് ഏഴോം. ഉപ്പിൻ്റെ അംശം 7 കളറിൽ ഉപ്പെന്ന് ഓർക്കുക. 7 കളറിൽ ഉപ്പ് അംശം. നെക്സ്റ്റ് വൺ, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും എഴുതുക. ശരിയായ ജോഡി നമുക്ക് നോക്കാം. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ ചാർജില്ല, ന്യൂട്രോൺ ചാർജില്ല, നെഗറ്റീവ് ചാർജ്. ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ ചാർജില്ല, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്. ഇതിലെന്താ പറയുന്നത്? ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജ് തന്നിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ജോഡി ശരിക്കുള്ള ഏതാ പറയുക അല്ലേ? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് നമുക്കറിയാം. പിന്നെന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ? പ്രോട്ടോണിന്
പോസിറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. പഠിച്ചിട്ടുള്ള കാര്യമല്ലേ. നെക്സ്റ്റ്, ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ആൻസർ സിങ്കാണ്. സിങ്ക് കലാമിൻ. അഷ്ടനിയമം ആവിഷ്കരിച്ചതാരാണ്? അഷ്ടനിയമം ന്യൂസിലാൻഡ് അല്ല, ന്യൂലാൻഡ്സ് ആണ് അഷ്ടനിയമം. ജലത്തിൻ്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജൻ, H2O അല്ലേ, ഹൈഡ്രജനും ഓക്സിജനും. തെർമോപ്ലാസ്റ്റിക് ഉദാഹരണം ഏതാണ്? PVC. തെർമോപ്ലാസ്റ്റിക്കിന് PVC. തെർമോപ്ലാസ്റ്റിക്കാണ് PVC പൈപ്പ് എന്ന് ഓർക്കാം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണം? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണ ഉദാഹരണമാണ്? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് എന്താണ്? വികിരണം അല്ലേ. മേളിൽ ബൾബ് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പ്രകാശം താഴേക്ക് വരുന്നു, വികിരണം സംഭവിക്കുന്നു, ഓർക്കുക. ഇൻക്യുബേറ്റർ മുട്ട വിരിക്കുമ്പോൾ ലൈറ്റുകൾ മുകളിൽ പതിച്ചിട്ടുണ്ടാവുമല്ലോ, ചെറിയ ലൈറ്റ് അല്ലേ, ഈ വലിയ ബൾബുകളില്ലേ. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് പ്രകാശം ഇങ്ങനെ പതിക്കുന്നു, വികിരണോർജ്ജം പോലെ വരുന്നു എന്ന് ഓർത്താൽ മതി. വികിരണം ആൻസർ കിട്ടും നമുക്ക്. നെക്സ്റ്റ്, സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? സമതല ദർപ്പണം. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിൻ്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലം ദർപ്പണവും വസ്തുവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഇതിലേതാണ് സവിശേഷത അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 2, 3 അല്ലാത്തത്. ബാക്കി നമുക്ക് ഇതാവശ്യമുണ്ട്, ഇതും അല്ലേ. വലിപ്പം ഒന്ന് തന്നെയായിരിക്കും പ്രതിബിംബത്തിനും വരിക. സമതല ദർപ്പണമാകുമ്പോൾ ഒരേ വലിപ്പമായിരിക്കും പ്രതിബിംബത്തിനും വസ്തുവിനും ഉണ്ടായിരിക്കുക. പിന്നെ രണ്ടും തമ്മിലുള്ള അകലങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് വേണ്ടാത്തത് നോക്കാം. നെക്സ്റ്റ് വൺ, ചന്ദ്രൻ ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? 27 1/3. 27 എന്നായിരുന്നു, ഇപ്പോൾ അത് 1/3 എന്നാണ്. അതുകൊണ്ടാണ് ചോദ്യം വരുന്നത്. 27 1/3. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതുതരം ചലനമാണ്? പെൻസിലിൻ്റെ ചലനം ഏതുതരം ചലനമാണ്? വർത്തുള ചലനം അല്ലേ. വർത്തുള ചലനം, ഇങ്ങനെ വെച്ച് വരയ്ക്കുന്ന വർത്തുള ചലനം. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ്? ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ്? ഏതവസ്ഥയായിരിക്കും? ഊർജ്ജം വരുന്ന നീരാവി. ഏറ്റവും കൂടുതൽ അവസ്ഥ നീരാവിക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത്. നല്ല പൊള്ളലേക്കും നിർത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തിയാരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ എന്താണ്? എസ് സോമനാഥ്. 22 എസ് സോമനാഥ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃതത്തിൻ്റെ പേരെന്താണ്? വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? ലീലാ തിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവും ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക? ആൻസർ വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ്? ആൻസർ ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിഥാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ദാമോദർ മൗസോ. ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ദാമോദർ മൗസോ. നെക്സ്റ്റ്, എവിടെയാണ് 1957 കലാപം ആരംഭിച്ചത്? മീററ്റ്. എന്നാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത്? ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ഏത് വർഷത്തെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്?
21 ഇന്ത്യയുടെ അയൽരാജ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും താഴെ പറയുന്ന പ്രസ്താവന ഏറ്റവും ശരിയല്ലാത്തത് ഏതാണ്? ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ വേർതിരിക്കുന്നു. ആൻസർ ഏതാണ് വരുന്നത്? ഇതാണ് വേണ്ടാത്തത്. നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? അർജൻറ്റീന, അൾജീരിയ, ബ്രസീൽ, സൗദി അറേബ്യ എന്നിവയുണ്ട്. ആൻസർ ബ്രസീലാണ്. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? സംഭാർ തടാകം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കല. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ, ദുബ്രി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. നറോറ, ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തതാണ്? വന്ദേ മാതരം ഏത് കൃതിയാണ്? ആനന്ദമഠം. ഒരു പൗരൻ്റെ ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റെന്താണെന്ന് നോക്കുക. തെറ്റ് നോക്കുക. മൗലികാവകാശം തെറ്റെന്താണ്? മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ആൻസർ തെറ്റ് പ്രസ്താവന ഏതാണ്? ആൻസർ എന്താണ് വരുന്നത്? ഇതാണ് തെറ്റ്. ഡി ആണ് തെറ്റ് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഈ രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്. മൗലിക കടമകൾ എവിടെ നിന്നാണ് വന്നേക്കുന്നത്? മൗലിക കടമകൾ വന്നേക്കുന്നത് സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആത്മാവ് 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ട മൃഗങ്ങൾ ഏതെല്ലാം? ആന, കാള, സിംഹം, കുതിര എന്നിവയാണ്. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് ഏതായിരിക്കും? സ്വത്തവകാശം. അതിനെന്തൊക്കെയാക്കിയില്ല അത് ഓർത്താൽ മതി. നെക്സ്റ്റ്, ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് എന്തൊക്കെയാക്കിയെന്ന് വെച്ചാൽ അത് അറിയാമെന്ന് വെച്ചിട്ടാണ് മിണ്ടണ്ടല്ലോ ഇനിയിപ്പോൾ. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്. ആൻസർ എന്താണ്? 47 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? സംവാദ് കൗമുദി. സംവാദ് എന്നുണ്ട് കേട്ടോ. 907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത. 1907 ത്രിവർണ്ണ പതാക സ്റ്റഡ്ഗട്ടിൽ വെച്ച് ത്രിവർണ്ണ പതാക ഉയർത്തിയ വനിതയാണ് ചോദിച്ചേക്കുന്നത്. വനിത ആരാണത്? മാഡം ബിക്കാജി കാമ. ഈ 7 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ സംഭവങ്ങളാണെന്നുകൂടി ഓർമ്മ വരണം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ
എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ അല്ലേ? ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെയാണ് ഫസ്റ്റ് വരുന്നത് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല. അടുത്തത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവ്, സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ഇത് രണ്ടും ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുണ്ട്. ഭൂപ്രകൃതി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ് വരുന്നത്? ഇടനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായലുകൾ ഏതാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടു കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം വേമ്പനാട്ടു കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം വേമ്പനാട്ടു കായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല? പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാട്. ഇവിടെയാണത് പത്തനംതിട്ട. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? NW3. 1917 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായ്. വൈക്കം സത്യാഗ്രഹം സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അവസാന ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോറിൽ വെച്ചിട്ടാണ്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ബാലഗംഗാധര തിലകാണ് ലോകമാന്യ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഭാരതമായിരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് ആദ്യമായി വന്ന ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണിത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറഞ്ഞത്. കേരളത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതായിരുന്നു? ആൻസർ എന്താണ്? 57. ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 57 നടക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ 56 അറിയാം അല്ലേ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ അല്ലേ? അതങ്ങ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആരാണ്? ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമേ ആരംഭിച്ച സ്ഥലം എവിടെയാണ്? മീററ്റ്. ഇനി കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓണം. വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ എന്താണ്? തുലാവർഷം. വരിക സഹചരി വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ രചയിതാവ് ആരാണ്? വരിക എന്ന് പറയുമ്പോൾ വരിക ആരാണ്? അംഷി നാരായണപിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ചെറിയ ജില്ല ആലപ്പുഴ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ
വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി ഓർക്കുമ്പോൾ ആരാണ് വരിക? വില്ലുവണ്ടി എന്ന് പറയുമ്പോൾ അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം ഏതാണ്? 1861. റെയിൽവേ പാത 1861 റെയിൽവേ പാത 1861 റെയിൽവേ പാത. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി. കേരളത്തിൽ സോൾട്ട് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഏതാണ്? പ്രധാന വേദി ഏതായിരുന്നു? പയ്യന്നൂർ അല്ലേ? പയ്യന്നൂർ. ഇനി ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് കൊടുത്തേക്കുന്നത്? ക്ഷയമുണ്ട്, ടൈഫോയിഡ് ഉണ്ട്, ചിക്കൻ പോക്സ് ഉണ്ട്, എലിപ്പനിയുണ്ട്. ആൻസർ ഏതാണ് വരിക? അല്ലേ? ക്ഷയം അതുപോലെ ചിക്കൻ പോക്സുമാണ് നമുക്ക് വായുവിലൂടെ പകരും അല്ലേ? ചുമയ്ക്കുമ്പോൾ ചിക്കൻ പോക്സും പകരും. നെക്സ്റ്റ് വരുന്നത് ആഹാരവസ്തുക്കൾ കടിച്ചുകീറാൻ സഹായിക്കുന്ന പല്ലെന്താണ്? കോമ്പല്ലാണ്. നെക്സ്റ്റ് ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് വേണ്ടി മെഡിക്കൽ പരിചരണം ഏത് പദ്ധതി ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ഭൂമിക. അവിടെ മറ്റൊരാളുടെ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചെങ്കിൽ ആൻസർ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗമാണ് അല്ലേ? അപ്പോൾ നമുക്ക് വേറെ സിയിലേക്ക് നമ്മുടെ ആൻസർ അങ്ങ് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഭൂമികയാണ്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയാർക്കുള്ള മെഡിക്കൽ പരിചരണമാണെന്ത്? ഭൂമിക അല്ലേ? ഭൂമിയിൽ വെച്ച് മെഡിക്കൽ പരിചരണം കൊടുക്കുമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി സ്കർവി ഏത് വിറ്റമിന് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി എന്ന് പറയുമ്പോൾ ആരാണ് വരിക? നമ്മുടെ സി, വൈറ്റമിൻ സി അല്ലേ? സ്കർവി സി ആണ്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പോലെ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം എന്താണ്? ദ്രാവക ഭാഗം പ്ലാസ്മ അല്ലേ? പ്ലാസ്മയാണ്, വെള്ളം പോലെ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നെല്ലിൻ്റെ സങ്കരീനം അല്ലാത്തത് ഏതാണ്? പവിത്രയുണ്ട്, അനാമികയുണ്ട്, ഹ്രസ്വയുണ്ട്, അർക്കയുണ്ട്. സങ്കരീനം അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 2ഉം 4ഉമാണ് അല്ലാത്തത് അല്ലേ? പവിത്രയും ഹ്രസ്വയും എന്താണ്? അപ്പോൾ നെല്ലിൻ്റെ സങ്കരീനം പവിത്ര ആൻഡ് പിന്നെന്താണ്? ഹ്രസ്വം. ഇത് കിട്ടാൻ പാടാണ്. സങ്കരീനങ്ങളെക്കുറിച്ച് നമ്മൾ ബുക്ക് എടുത്ത് നോക്കിയാൽ പോലും ഒരു എന്തെങ്കിലും കണ്ടിട്ട് നോക്കിയാലും കിട്ടാൻ വലിയ കഷ്ടപ്പാട് വരുന്നുണ്ട്. പവിത്ര, ഹ്രസ്വം അപ്പം നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. അതൊന്ന് നോക്കി വെക്കണം തോന്നുന്നു. പവിത്ര അല്ലേ? പവിത്ര, ഹ്രസ്വം എന്താണ്? പല്ലല്ലോ നമ്മുടെ നെല്ലിൻ്റെ പവിത്ര നെല്ല് അല്ലേ? അങ്ങനെ വരുന്നതാണത് കേട്ടോ. പവിത്ര നെല്ല്, ഹ്രസ്വ നെല്ല് സങ്കര ഇനമാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണം ഏതാണ്? ഇലകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നതാണ് ആന്തോസയാനിൻ ആണ്. ഇലകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നതാണ് ആന്തോസയാനിൻ. ഇത് വളരെ തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണിത്. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ആനന്ദ് മോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. സൈലൻറ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 84. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ഐസോട്ടോപ്പുകളുടെ ജോഡി ഏതെന്ന് കണ്ടുപിടിക്കുക അല്ലേ? കാർബൺ 12, കാർബൺ 14, 12. നെക്സ്റ്റ് വൺ, അപദ്രവ്യങ്ങൾക്ക് അയറിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. സാന്ദ്രത കുറവാണെങ്കിൽ കാര്യമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ് മാർഗം. റെയററ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവയാണ്? റെയററ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? ലാന്തനോയിഡുകൾ. റെയററ്റ്സ് എന്താണ്? ലാന്തനോയിഡുകൾ. ഖനജലത്തിൻ്റെ ആസൂത്രം. ഖനജലത്തിൻ്റെ ആസൂത്രം എന്താണ്? D2O ആണ് ഖനജലം.
ക്ലോറോംഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിട്ടുള്ള ഇതിൽ ഏത് ഭാഗത്തിൽ പെടുന്നു? ക്ലോറോംഫെനിക്കോൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഇവിടെ ആൻസർ ഇല്ല. നെക്സ്റ്റ് വൺ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതിയിൽ സംവഹനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ്? ഊർജ്ജസ്രോതസ് ഏതാണ്? കാറ്റ്, തിരമാല, മണ്ണെണ്ണ, സൗരോർജ്ജം എന്നിവയുണ്ട്. ആൻസർ എന്താണ്? മണ്ണെണ്ണയാണ് ആൻസർ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഏത് ചലനം? ഭ്രമണം. വിട്ടുപോയ അക്കം കണ്ടെത്തുക. അത് ബാക്കി മാത്സിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. അടുത്തത്, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു? പ്ലാനിംഗ് കമ്മീഷൻ. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ഏതാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ഏതായിരുന്നു? ദണ്ഡി മാർച്ച്, ചൗരി ചൗര അക്രമമുണ്ട്, ബംഗാൾ വിഭജനമുണ്ട്, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമത്തിനെതിരായ സംഭവവുമായി പ്രതിഷേധമായി കണക്കാക്കപ്പെട്ടത് ഏതായിരുന്നു? റൗലറ്റ് നിയമം. ആൻസർ എന്താണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റും ജാലിയൻവാലാബാഗും കണക്ട് ചെയ്ത് വെക്കുക. ഇനി അഹമ്മദാബാദ് ഉണ്ണിമേൽ സമരത്തിന് കാരണമായ സംഭവം എന്തായിരുന്നു? പ്ലേഗ് ബോണസ്. അഹമ്മദാബാദ് ഉണ്ണിമേൽ സമരം പ്ലേഗ് ബോണസ്. തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? എത്ര മണിക്കൂർ മുമ്പ് ഇതും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. നെക്സ്റ്റ് വൺ, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സംസ്കാരിക പ്രസ്ഥാനം ഏതായിരുന്നു? പ്രസ്ഥാനമാണ് ചോദിച്ചേക്കുന്നത്. വിദ്യാപോഷിണി. സംസ്കാരിക പ്രസ്ഥാനമാണ് വിദ്യാപോഷിണി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 140 നിയമസഭാ മണ്ഡലങ്ങൾ. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം ദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആദ്യ പത്രാധിപർ ആരാണ്? CP ഗോവിന്ദപിള്ള. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? ചാനാർ ലഹള. മാറുമറയ്ക്കൽ ചാനാർ ലഹള 59. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ആരായിരുന്നു? പഴശ്ശിരാജയുടെ സഹായി ആരായിരുന്നു? തലയ്ക്കൽ ചന്തു. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും കൊടുക്കേണ്ട പിഴ എത്രയാണ്? 280 രൂപ വെച്ച് കൊടുക്കണം. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? ആൻസർ ലാലാ ലജ്പത് റായ്. ഇനി താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുന്നത്? ഇംപീച്ച്മെൻറ്റ് രാഷ്ട്രപതി.
ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ആൻസർ ലാഹോറാണ്. ഭഗത് സിംഗ് ചൗക്ക് ലാഹോറാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഭേദഗതിയിലൂടെയാണ്. നോക്കുക, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 86. പ്രൈമറി വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86. ഒന്ന് നോക്കി വെച്ചേക്കുക. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 86. 86 എന്ന് ഓർക്കുക. പ്രൈമറി മൗലികം, പ്രാഥമികം 86. ഇനി താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് എന്നാണ്? പ്രഖ്യാപനം എന്നാണ്. താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? താഷ്കന്റ് എന്തിനു വേണ്ടിയായിരുന്നു? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും കോട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. ഇതിൽ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരി. നെക്സ്റ്റ് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, സാങ്കേതിക വിദ്യാഭ്യാസത്തിലുള്ള അഖിലേന്ത്യാ കൗൺസിൽ, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഇതിൽ നമുക്ക് നോക്കാം. വേണ്ട, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിലാണ് വേണ്ടാത്തത്. ഇനി ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ്. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളും ഇതാണ്, നബാർഡാണ്. നെക്സ്റ്റ് വൺ, ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ഏതിൻ്റെ പിൻഗാമിയായിട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗാട്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് വി വി ഗിരി. അടിയന്തരാവസ്ഥയിൽ വി വി ഗിരി. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? അമേരിക്കയിലേക്ക്. ഇന്ത്യയുടെ താരാതിലെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയെ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതാണ്? ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. ബോൺസായി ഏതാണ്? മിതശീതോഷ്ണ വിശാലപത്ര വനങ്ങൾ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? മിതശീതോഷ്ണ വിശാലപത്ര വനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം. സസ്യത്തിൻ്റെയാണ്, ഓർക്കുക. ദേശീയ ഉദ്യാനം ഏതായിരുന്നു? കുറിഞ്ഞിമല. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ആൻസർ വരുന്നത് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം. കോട്ടോണോപോളിസ് അറിയാമല്ലോ, മുംബൈ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? ആൻസർ എന്താണ്? കല്ലടയാർ. മലനാടില്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ. നെക്സ്റ്റ് വൺ, പമ്പ നദിയുടെ പമ്പയുടെ വൃഷ്ടിപ്രദേശം ഏതാണ്? 2235 ചതുരശ്ര കിലോമീറ്റർ. വൃഷ്ടിപ്രദേശം എത്ര മാത്രമുണ്ട്? 2235 ചതുരശ്ര കിലോമീറ്റർ പമ്പാ നദി. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ആൻസർ എന്താണ്? NH 544 അല്ലേ? 544. NH 544 പാലക്കാട് ചുരം. NH 544 പാലക്കാട് ചുരം 544.
ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം, ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാൾ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ, കാൽബൈശാഖി. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം, ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ പൂക്കോട് തടാകം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹത്തിൻ്റെ പേരെന്താണ്? ജസ്പ. സിംഹത്തിൻ്റെ പേരെന്താണ്? ജസ്പ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇപ്പോൾ ആര് വന്നു നമുക്കിവിടെ? ചെങ്ങന്നൂറുള്ള സജി ചെറിയ അല്ലേ. നെക്സ്റ്റ്, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്, ഉപദ്വീപ നദിയിൽ ഏറ്റവും നീളം കൂടിയത് ആരാണ്? ഗോദാവരി. ഉപദ്വീപീയ ഗോദാവരി. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം ഉണ്ട്? ആൻസർ 12%. ചണം ഉൽപ്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? സ്വരാജ് ട്രോഫി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. PM റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയത് ഏതൊക്കെയാണ്? 1 ഉം 4 ശരി പ്രസ്താവന. 1 ഉം 4. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായി നോക്കുക. പഞ്ചവത്സര പദ്ധതി ഉചിതമായത് ഏതൊക്കെയാണ്? 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലഘട്ടത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 7ാം പഞ്ചവത്സര പദ്ധതി 85-90 കാലത്ത് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യമായിരുന്നു. 12ാം പദ്ധതി 12-17 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ കൊടുത്തു. ഇതിലെന്തൊക്കെയാണ് ഉചിതമായതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ് വരിക? അല്ലേ, 4 ഒഴികെ ബാക്കിയെല്ലാം സുസ്ഥിര വികസനമാണ് അതല്ലേ. 12-4 ബാക്കിയൊക്കെ ഉള്ളതാണ്. നെക്സ്റ്റ്, ലിക്വിഡ് പാർട്ടി രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി. ലിക്വിഡ് പാർട്ടി എവിടത്തെയാണ്? ലിക്വിഡ് പാർട്ടി ഇസ്രയേലാണ്. ലിക്വിഡ് പാർട്ടി എവിടെയാണ്? ഇസ്രയേൽ. പ്രഭുസഭ എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ എവിടത്തെയാണ്? ഇംഗ്ലണ്ടിലെയാണ് പ്രഭുസഭ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്തൊക്കെയാണെന്നുള്ളത് വായിച്ചു നോക്കണം. ഏതാണത്? ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയങ്ങളുണ്ട്, 5 മുഴുവൻ സമയ അംഗങ്ങളുണ്ട്, 7 ഡീംഡ് അംഗങ്ങൾ അല്ലേ. ഇതൊന്ന് നോക്കുക. 7 ഡീംഡ് അംഗങ്ങൾ, ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയമുള്ള അംഗങ്ങളുമുണ്ട്, ഡീംഡ് അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ അല്ലേ. ആരുടെ നോവലാണ് വല്ലി? ആരുടെയാണ് വല്ലി? ഷീല ടോമി കേട്ടോ. ഷീല ടോമി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വല്ലി, ഷീല ടോമി. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? 68 അല്ലേ. നെക്സ്റ്റ് വൺ, പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? കർണാടക. ശരിയായത് കണ്ടെത്തുക. ജിമ്മി ജോർജ് വോളിബോൾ, പ്രിയ ശ്രീധരൻ നീന്തൽ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ആൻസർ ഏതാ വരുന്നത് നമുക്ക് നോക്കാം. ശരിയായത് 3 ശരിയാണ് അല്ലേ. ഇതൊഴികെ ബാക്കി 3 ശരിയാണ്. ജിമ്മി വോളിബോൾ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? മാങ്ങ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം? ആദ്യത്തെ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? ആൻസർ മാംസഭുക്ക്.
ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഇവിടെ ബി ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഏതാണ് ലഭിക്കുക? ജീവകം ഡി. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ചർവണകം. അവസാനത്തെയാണ് ചർവണകം. കോമ്പല്ല്, ഒളിപ്പല്ല്, ചർവണകം അല്ലേ? ചർവണകം വരുന്നു, പിന്നെ ചർവണകം. അവസാനം കൊള്ളുന്നത് ചർവണകം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽപ്പെടാത്ത ജീവകം ടോക്കോഫെറോൾ. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? വെളുപ്പ്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഇത് ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? 7 ഉണ്ട്, 8, 9, 5. ഏതിനാണ് കുമ്മായം ചേർത്ത് pH ശരിയാക്കേണ്ടത്? ഇതിനുള്ളത് 5-നുള്ളതാണ്. സമുദ്ര ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായത് ഏതൊക്കെയാണ്? വസ്തുവിൻ്റെ അതേ വലുപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും. ആൻസർ ഏതാണ് വരുന്നത്? 1ഉം 2ഉമാണ് ശരിയായ കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. ഇതിൽ പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 2ഉം ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? വാലി ഫങ്ക്. വാലി ഫങ്ക്. അങ്ങനെ പോയല്ലേ, വാലി ഫങ്ക്. ഗാനിമെഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമെഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? നീരാവിയുടെ തെളിവുകൾ കണ്ടെത്തി. അവിടെ ഗാനിമെഡ് എന്ന് പറയുന്നത് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഗാനിമെഡ് വ്യാഴം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? പെൺ ഏഡീസ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തും. DTP വാക്സിൻ, ഡോട്ട്സ് ക്ഷയം, AB രക്തഗ്രൂപ്പ്, സാർവത്രിക ദാതാവ്, അഡ്രിനാലിൻ ഹോർമോൺ. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? AB രക്തഗ്രൂപ്പ്, സാർവത്രിക ദാതാവ് അല്ലേ? ഓപ്പോസിറ്റീവാണ് സാർവത്രികം. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? AEKB. ഇതിൻ്റെ കുറവ് മൂലമാണ് അധികം രക്തസ്രാവം ഉണ്ടാകുന്നത്. വിറ്റമിൻ കെ. കട്ട പിടിക്കാൻ K വേണം. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഏതാണിത്? എയ്ഡ്സ്. നാക്കോ എയ്ഡ്സ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലജന്യ രോഗം ഏതാണ്? കോളറ. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ഇവിടെ കണ്ണ് പൂർണ്ണമായും റെറ്റിന, ഒപ്റ്റിക് നെർവ്, കോർണിയ. ആൻസർ കോർണിയ. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത് മാറ്റം ഉണ്ടാക്കുക? ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം ഏത് മാറ്റം ഉണ്ടാക്കുന്നു? എല്ലാം. മുഖക്കുരു, വർദ്ധിച്ച ആക്രമണോത്മകത, മാനസിക ചാഞ്ചാട്ടം.
നെക്സ്റ്റ്, അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശവളർച്ച ഏതാണ്? അർബുദം. നെക്സ്റ്റ് വരുന്നത്, വളർച്ച ഏത് ധാതുവിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്നു? വളർച്ച ഏത് ധാതുവിൻ്റെ കുറവുകൊണ്ട് ഉണ്ടാകുന്നതാണ്? ഇരുമ്പ്. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? 2008. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ ഒക്കെ വളരെ ആക്റ്റീവായി നിൽക്കുന്നുണ്ട്. എല്ലായിടത്തും അവർ യാത്ര പുതിയ NHRC വെച്ചിട്ട് പുതിയ കോൺട്രാക്റ്റ് വെച്ച് പാലിയേറ്റീവ് നേഴ്സുമാരല്ലേ, നേഴ്സിംഗ് പഠിച്ച കുട്ടികളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പാലിയേറ്റീവ് കെയർ വളരെ വിപുലമാക്കാൻ ആരോഗ്യരംഗം മുന്നിട്ട് വന്നിട്ടുണ്ട്. സോ ഇയർ വളരെ പ്രധാനപ്പെട്ടതാണ്. 2008 ഇയർ നോക്കുക. പാലിയേറ്റീവ് കെയർ പോളിസി 2008. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ്? അറിയാം, വൈറ്റമിൻ എയുടെ കുറവാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്ത് ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കേരളം തന്നെയാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം BMI എത്രയാണ്? ശരീരഭാരത്തിൻ്റെ അനുപാതം എത്രയാണ്? 18.5 to 24.9 കിലോഗ്രാം. 18.5 to 24.9 കിലോഗ്രാം കേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊക്കെ നമ്മൾ വെയിറ്റ് ലോസും അല്ലേ എല്ലാം നോക്കുന്ന, ആരോഗ്യം നോക്കുന്ന ഒരു സമയമാണ്. മൊത്തം ആരോഗ്യമാണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ചെമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ്? സർദാർ KM പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത ചന്ദ്രയാൻ 2 ആണ് കൊടുത്ത ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? K. ശിവൻ. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയാണ്? ബോംബെ യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? അറിയാലോ, ഏത് സംഘടനയാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് എപ്പോഴാണ്? ജൂലൈ 1, 2017. 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? നീരജ് ചോപ്രയാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്? വിമുക്തി. ഓർത്തിരിക്കുക. ഏതാണ് ആ പദ്ധതിയുടെ പേരെന്താണ്? ഉണർവെന്നാണ്. താഴെ കൊടുത്തിട്ടുള്ളവ പ്രസ്താവനകളിൽ കിഴക്കൻ സമതലവുമായി തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വീതി കുറവാണ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്തു. ആൻസർ ഏതാണ്? B ആണ്. 3ഉം 4ഉമാണ് ബന്ധപ്പെട്ട പ്രസ്താവന. 3ഉം 4ഉമാണ് പ്രസ്താവന. കിഴക്കൻ തീരസമതലം, ഡെൽറ്റയും സുന്ദര വനപ്രദേശവും ഓർക്കുക. കിഴക്കൻ തീരസമതലം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമുക്ക് വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ കയ്യിൽ നിന്നും പോകാൻ പാടില്ല. ധൃതി കൊണ്ടും നമ്മുടെ വെപ്രാളം കൊണ്ടും അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടും ഇത് തെറ്റരുത്. അതുകൊണ്ട് വീണ്ടും ഓർപ്പിക്കണം. സോ നെക്സ്റ്റ് വൺ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. കോട്ടോണോപ്പോളിസ് നിക്ഷേപിക്കുന്ന നഗരം? മുംബൈ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? കൊല്ലം കോട്ടപ്പുറം നദി ഏതാണ് വരിക? ഇതൊക്കെ റിപ്പീറ്റ് അല്ലേ? കൊല്ലം കോട്ടപ്പുറം ജലപാത 3.
താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യം ഏതൊക്കെയുണ്ട് ഇവിടെ? സൗരോർജ്ജം, വേലിയോർജ്ജം, കൽക്കരി, ജൈവവാതകം. പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഉദാഹരണം ഏതാണ്? കൽക്കരി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത ഭൂപ്രദേശം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത ഭൂപ്രദേശം ഏതാണ്? ദിഗ്ബോയ്. ആദ്യമായിട്ടാണ് ദിഗ്ബോയ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ധാതുക്കളുടെ കലവറ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വായിച്ചു നോക്കൂ. ഉൾപ്പെടാത്തത് ഏതാണ്? കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. ബാക്കി നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പിക്കുക, പൊതു നിയമങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ, നിർത്തലാക്കലൊക്കെ എന്താണ്? സമത്വത്തിനുള്ള അവകാശങ്ങളിൽപ്പെടുന്നതാണ്. നെക്സ്റ്റ്, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗം? മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗമാണ്? 4A ഭാഗം. മൗലിക കർത്തവ്യങ്ങൾ 4A ഭാഗം. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം എന്താണ്? സമാധാനം, സമത്വം, നിറം ഏതാണ്? വെള്ള. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ആൻസർ ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1993. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വിവരാവകാശം ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? വിവരാവകാശ നിയമം വന്നത് 2005. നിയമം പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് ഉത്തർപ്രദേശിലെ കിസാൻ ശക്തി മോർച്ച. രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ എന്നീ വിവരങ്ങൾ വിവരാവകാശ നിയമം വഴി വെളിപ്പെടുത്താവുന്നതാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ടാകും. ഇതിൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത് അല്ലേ? ഇപ്പോൾ ഒരെണ്ണേ ഉണ്ടാകത്തുള്ളൂ എന്ന് നമുക്ക് ഈ ഓപ്ഷനിൽ തന്നെ മനസ്സിലാവും അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെയാണോ? അല്ലല്ലോ. ഇപ്പോൾ 2 ഉണ്ട്. സോ ഇറ്റ് ഈസ് ഡിലീറ്റഡ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നു, മതത്തെ നിഷേധിക്കുന്നു. ആൻസർ എന്താണ് വരുന്നത്? ഒന്നാമത്താണ്, ഇന്ത്യക്കൊരു മതം ഇല്ല, ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ. തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നാണ് വന്നത്? 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം ഇതിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീഡിൽ പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇവിടെ അരുൺകുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 23 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. 28 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 2ഉം എന്നാണ്. 1ഉം 2ഉം ബന്ധമില്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ് വൺ, കിറ്റിൻ്റെ സമരം ബന്ധമില്ലാത്ത പ്രസ്താവന. കിറ്റിൻ്റെ സമരം നോക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ സമരമാണ് അല്ലേ? കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കിറ്റിൻ്റെ പ്രതിമയത്തെ പിന്തുണച്ചു. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് വഴി ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദ്യം. 2 മാത്രമാണ് ബന്ധമില്ലാത്തത് അല്ലേ? നെക്സ്റ്റ്, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിൻ്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം, നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി. ആൻസർ എന്തൊക്കെ വരിക? 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക.
അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഉൾപ്പെടാത്തത് കണ്ടെത്തുക. 3 മാത്രമാണ് ഉൾപ്പെടാത്തത്. അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹളയും ഒക്കെ നാട്ടുരാജ്യ സംയോജനം നമുക്ക് ടെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് 10ലെയാണ് അല്ല, സോഷ്യലിസ്റ്റ് ടെക്സ്റ്റിൽ നല്ല ഭംഗിയായിട്ടുണ്ട് അത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിനും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയെ ബന്ധപ്പെട്ട് യോജിക്കാത്തവ കണ്ടെത്തുക. 16 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഇതിൽ യോജിക്കാത്തവ, ഏതിന്? ദേശീയ വിദ്യാഭ്യാസ നയത്തോടെ യോജിക്കാത്തവ എന്തൊക്കെയാണ്? 2 മാത്രമാണ് യോജിക്കാത്തത്. നെക്സ്റ്റ്, ശരിയായ ജോഡി ഏതാണ്? 1, 4 ശരിയായ ജോഡികൾ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, കേസരി മറാത്ത ബാലഗംഗാധർ തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ജോഡി കണ്ടെത്തുക. 3, 4 ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC MN ജോഷി, ലാല ലജ്പത് റായ്. നോക്കുക, AITUC 3, 4. MN ജോഷിയാണ്, ഷാജി ജോഷിയാണ്, ലാല ലജ്പത് റായ്. നെക്സ്റ്റ് വൺ, ദാദാഭായ് നവറോജിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന നോക്കുക. ആൻസർ 4 മാത്രം. ANC ആദ്യ പ്രസിഡന്റ്, ബാക്കിയൊക്കെ നമുക്കിപ്പോൾ കുറേ അറിയാം. നോക്കിക്കൂ. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നോക്കാം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം, 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഇതിൻ്റെ ആൻസർ 2, 3 ശരിയായ പ്രസ്താവന. 2, 3 നമുക്ക് നോക്കി വെക്കാം അല്ലേ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായത് ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. ഏതാണ്? അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവകാല പ്രവർത്തകയായിരുന്നു. മാഡം ബിക്കാജി കാമ ഓർത്തുക അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയിലെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിറ്റ് രമാഭായി ബോംബെയിൽ ശാരദാസദൻ സ്ഥാപിച്ചു അല്ലേ. മെയിൻ പോയിൻറ്റ്സ് ആണ്. ഇനി താഴെ കൊടുത്തിട്ടുള്ള വസ്തു ശരിയായത് ഏതൊക്കെയാണെന്ന് നോക്കുക. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കുക. 1, 2, 4 ശരിയായ പ്രസ്താവനകൾ. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. വളരെ ഏറെയുള്ള അല്ലേ ആദ്യമുള്ള സംഭവമാണിത്. 789 788 1941 കാലത്തുള്ള സംഭവം വെള്ളപ്പൊക്കം. അത് ഓർത്തിട്ടുണ്ട്. 1941 വെള്ളപ്പൊക്കം എന്നുള്ളത് പണ്ട് മുതൽ നമ്മൾ കേട്ടുവരുന്നതാണ്. മുസിരിസ് തുറമുഖം പ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. അതാണ് ഇമ്പോർട്ടൻസ് അവിടെ. കൊച്ചി തുറമുഖമാണ് അവിടെ ഇമ്പോർട്ടൻസ് വന്നത്. നെക്സ്റ്റ്, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. 2 മാത്രമാണ് വേണ്ടാത്തത് കേട്ടോ. ബാക്കി നോക്കുക. നെക്സ്റ്റ് വൺ, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളുമായി ഉണ്ട്. വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പൊന്നമ്പടക്കായൽ, നെഹ്റു വള്ളംകളി. നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലിൽ ബന്ധിപ്പിക്കുന്നു. ആൻസർ എന്താ? 2, 3 ശരി. 2, 3 ശരി. ഇനി കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. 2, 3 തെറ്റായ പ്രസ്താവന. ഇത് വായിക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ വൈദ്യുത പദ്ധതി മണിയാർ അല്ലേ. അത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദനശേഷി 180 മെഗാവാട്ട് അല്ലേ. അത് നമുക്ക് വേണ്ടതാണ്. നെക്സ്റ്റ്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
1, 3 തെറ്റായ പ്രസ്താവനകൾ. നമുക്ക് നോക്കാം, ബാക്കി നോക്കാം. വയനാട് ജില്ലയിലെ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചന്ദ്രോണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടും നമുക്ക് അറിയാവുന്ന പോയിൻറ്റ്സാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ദേശീയോദ്യാനം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. നോക്കി വെച്ചേക്കാം. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് എരുവുകുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. നെക്സ്റ്റ് വൺ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത സംഭവങ്ങൾ ഏതൊക്കെയാണ്? മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത സംഭവം അല്ലേ? എന്തൊക്കെയാണെന്ന് യോജിക്കാത്തവയെ നോക്കാം. 1, 4 വേണ്ടത്. ബാക്കി വായിക്കാം. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജെൻകോ. കൊച്ചി വാട്ടർ മെട്രോ ജെൻകോ. നെക്സ്റ്റ്, ഗോദവർമ്മ രാജ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഗോദവർമ്മ രാജ എല്ലാം ശരിയാണ്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ്. ഒക്ടോബർ 13 അദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനം ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. നെക്സ്റ്റ് വൺ, ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 2, 3 ശരി. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR രാജേഷാണ്. ശ്രീജേഷാണ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വോക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. PR ശ്രീജേഷ് റേസ് വോക്കിംഗ്, KT ഇർഫാൻ ഓർത്തിരിക്കുക. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കുക. മന്നത്ത് പത്മനാഭൻ 1, 2, 3 ശരിയാണ് അല്ലേ? 1, 2, 3 ഇത് വേണ്ട. 47 മുതുകുളം പ്രസംഗം C. കേശവൻ. മുതുകുളം പ്രസംഗം ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. 59 വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തു. 35 കോഴഞ്ചേരി പ്രസ് നടത്തിയ നേതാവാണ്. മുതുകുളത്തും കോഴഞ്ചേരി. നെക്സ്റ്റ് വൺ, കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ഇത് നല്ല ക്വസ്റ്റ്യനാന്ന് തോന്നുന്നല്ലോ അല്ലേ? പ്രസ്താവന രീതി മുഴുവൻ നടക്കുന്നു. ആൻസർ 4 മാത്രമാണ് തെറ്റായത്. നെക്സ്റ്റ് വൺ, VT പട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ എല്ലാം ശരിയായതാണ്. നാനാജാതി മനസ്സൊന്നിച്ച താമസിക്കുന്ന കോടുമുണ്ട കോളനി എന്ന ആശയം കൊണ്ടുവന്നു. ഘോഷ ബഹിഷ്കരണം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. അടുത്തത്, പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? സമത്വ സമാജം ഉണ്ടോ? ഇല്ല. അരേ സമാജം, ജ്ഞാനോദയ സഭ, കൊച്ചി പുലയ മഹാസഭ. സമത്വ സമാജം ആര? വൈകുണ്ഠസ്വാമി അല്ലേ? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി. അരുവിപ്പുറം പ്രതിഷ്ഠ ഏതാണ്? 1888 ടാഗോറിൻ്റെ സന്ദർശനം എന്നാണ്? 22 ടാഗോറിനെ സന്ദർശിക്കാൻ പോയി. ഗാന്ധിജിയുടെ സന്ദർശനം ഇവിടെ എന്നാണ്? 25 ഗുരുവിൻ്റെ സമാധി എന്നാണ്? 28 ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ചാണ്. 1, 3 ശരി. 1992 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികൾ സന്ദർശിച്ചില്ലേ? എല്ലാം സന്ദർശനമാണ് കൊടുത്തേക്കുന്നത്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കടയ്യ ഗുരു. അപ്പോൾ ഇവർ ഓരോരുത്തരും നമ്മൾ പെർഫെക്റ്റായിട്ട് എല്ലാ പോയിൻറ്റ്സുകളും വായിച്ചില്ലേ? എല്ലാ നവോത്ഥാന നായകന്മാരെയും പെർഫെക്റ്റായിട്ട്
ഓരോ ബൈ പോയിൻറ്റ്സ് പഠിച്ചു വെച്ചിട്ടെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, അയ്യങ്കാളി സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 3, 4 നോക്കാം. ശരിയായത് ഏതൊക്കെയാണ്? 37 അയ്യങ്കാളി സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അടുത്തത്, പ്രസ്താവന തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് അതൊന്ന് നോക്കി വെക്കാം ഏതൊക്കെയാണെന്ന്. 32 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം അതൊരു ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് എപ്പോഴും. നെക്സ്റ്റ്, അക്കാമച്ചെറിയനെ സംബന്ധിച്ച പ്രസ്താവനകൾ ഏറ്റവും ശരിയായത് ഏതാണ്? അക്കാമച്ചെറിയൻ ഏതൊക്കെയാണ്? തിരുവിതാംകൂറിലെ ഝാൻസി റാണി അക്കാമച്ചെറിയനായിരുന്നു. തിരുവനന്തപുരത്തെ ജോൻ ഓഫ് ആർക്ക് വിശേഷിപ്പിക്കുന്നു. അക്കാമച്ചെറിയൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരമായിരുന്നു. നെക്സ്റ്റ്, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. ഏതൊക്കെ വരുന്നുണ്ട് അവിടെ? വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യ, സംഘം, സഹോദരൻ അയ്യപ്പൻ, സഹോദര പ്രസ്ഥാനം ഓർക്കുക. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. വി ടി ഭട്ടതിരിപ്പാട് ഏതാ വരുന്നത്? അദ്ദേഹത്തിൻ്റെ യോഗക്ഷേമ സഭ. ഓക്കെ ഇല്ലേ? വാഗ്ഭടാനന്ദൻ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചൊന്ന് പഠിക്കണം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം കൊടുക്കുന്നുണ്ട്? ആമസോൺ മഴക്കാടുകൾ എത്ര ശതമാനം കൊടുക്കുന്നു? 20%. ഓക്സിജൻ 20%. ഓക്സിജൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി 20%. സ്പോട്ട് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് അവയവത്തിൽ വെച്ചാണ്? കരൾ വെച്ചിട്ട്. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ജലം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി ഉയർന്നെത്തുന്ന പ്രദേശം ഏതാണ്? തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? തിരുവനന്തപുരം. സങ്കരീന നെല്ലിന് ഉദാഹരണം? അന്നപൂർണ. പയർവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാണ്? റൈസോബിയം. ആദ്യത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകളിൽ താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അവയിൽ ശരിയായവ കണ്ടെത്തുക. ഏതാണിത്? 1, 2, 4 ശരിയാണ്. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. താഴെ പറയുന്നവയിൽ ഏത് ലോകത്തിൻ്റെ അയിരാണ് കലാമിൻ? ഏത് ലോകത്തിൻ്റെ ലോകം അതുകൊണ്ടായിരിക്കും ഇവിടെ ആൻസർ ഇല്ല. കലാമിൻ അയിര് സിംഗം നമുക്കറിയാം. ഡിലീറ്റ് ആക്കി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. തൃക്കങ്ങൾ തൃക്കങ്ങൾ എന്ന് പറയുമ്പോൾ തൃക്കങ്ങൾ ഡൊബറൈനർ. തൃക്കങ്ങൾ ഡൊബറൈനർ. അഷ്ടകങ്ങൾ എന്ന് പറയുമ്പോൾ